വയനാട് വെള്ളാരംകുന്നിലെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജൻസൺ മരിച്ചു. വയനാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. സ്വകാര്യ ബസും ഓംനി വാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ശ്രുതിയെ തനിച്ചാക്കി ജൻസൺ യാത്രയായി എന്നുള്ളതാണ്. ശ്രുതിക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന ജൻസനാണിപ്പോൾ. ജൻസന്റെ ഒരു പക്ഷേ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിൽ വലിയ പ്രതീക്ഷയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നെങ്കിൽ പോലും എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. ഒരു പക്ഷേ കേരളം ഒട്ടാകെ പ്രാർത്ഥനയിലായിരുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ. പക്ഷേ പ്രാർത്ഥനകൾ വിഫലമാക്കി ജൻസൺ യാത്രയായി എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രാർത്ഥനയിലായിരുന്നു വയനാട് ഒട്ടാകെ ഉണ്ടായിരുന്നത്. അതായത് ശ്രുതിയുടെ ജൻസൺ തിരിച്ചു വരുമെന്ന എല്ലാ പ്രതീക്ഷയോടും കൂടിയാണ് വയനാട്ടുകാർ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു. ഒരു 8:50 ഇന്ന് രാത്രി 8:50 ഇത്തരത്തിൽ ജൻസൺ നമ്മളിൽ നിന്നും വിടവാങ്ങിയത്. രാവിലെ മുതൽ വലിയ രീതിയിലുള്ള ഒരു ചികിത്സയൊക്കെ ജൻസന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഡോക്ടർമാരൊക്കെ മുതിർന്ന ഡോക്ടർമാരൊക്കെ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ജൻസനെ ചികിത്സിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തും വലിയ ഗുരുതരാവസ്ഥയിലായിരുന്നു ജൻസൺ ഉണ്ടായിരുന്നത്. മാത്രമല്ല ശ്രുതി മറ്റൊരു ആശുപത്രി, അതായത് കൽപ്പറ്റയിലെ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശ്രുതിയോട് ആ ഒരു സമയത്തും ജൻസൺ രക്ഷപ്പെടുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അത്തരത്തിൽ വലിയ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു രാവിലെ മുതൽ കടന്നുപോയത്. ഉച്ചയായപ്പോൾ വീണ്ടും ജൻസന്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുകയും പിന്നീട് CPR നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജൻസൺ കഴിഞ്ഞിരുന്നത്. മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കം പോസിബിൾ അല്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇവിടെ ശ്രുതി ഈ ഒരു ഉരുൾപൊട്ടലിൽ, ചൂരൽമല ഉരുൾപൊട്ടലിൽ തന്റെ കുടുംബത്തിലെ 9 അംഗങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ശ്രുതി എന്ന് പറയുന്നത്. അത്തരത്തിൽ മാതാപിതാക്കളെ അടക്കം 9 പേരെയാണ് ഇവർക്ക് സ്വന്തം കുടുംബത്തിൽ നിന്നും നഷ്ടമായത്. പിന്നീട് തന്റെ ഒപ്പം ഉണ്ടായിരുന്നത് ഈ ജൻസൺ മാത്രമാണ്. ജൻസനുമായി കല്യാണം പറഞ്ഞു വെച്ചിരുന്ന ആളാണ് ശ്രുതി. പിന്നീട് ഉണ്ടായിരുന്നത് ഈ ജൻസൺ മാത്രമാണ്. പക്ഷേ ജൻസണും ഇന്ന് വിടവാങ്ങിയിരിക്കുന്നു. വലിയ ഒരു വിടവ് തന്നെയാണ് അത്. ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ബന്ധുക്കൾ എല്ലാം വിട്ടുപോയി. ഇപ്പോൾ തന്റെ പ്രാണനും തന്നെ വിട്ടുപോയിരിക്കുന്നു. ഏത് തരത്തിൽ ഈ ഒരു ദുഃഖം വയനാടിനെ സംബന്ധിച്ച് വയനാടിന്റെ ദുഃഖമായി തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ, ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ജൻസന്റെ ബോഡിയുള്ളത്. നാളെ അമ്പലവയലിലെ വീട്ടിൽ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ രാവിലെയോടെ അമ്പലവയലിലെ വീട്ടിൽ എത്തിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ തന്നെ പൊതുദർശനവും ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായത്, ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. കൽപ്പറ്റ വെള്ളാരംകുന്നിന്റെ സമീപത്ത് ഈ ജൻസൺ ഓടിച്ചിരുന്ന വാനും അതുപോലെ തന്നെ മറ്റൊരു സ്വകാര്യ ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് ആ ഒരു സമയത്ത് ആളുകളൊക്കെ എത്തി ഈ ഒരു വാൻ വെട്ടിപ്പൊളിച്ചതിന് ശേഷമാണ് ഇവരെ പുറത്തെടുത്തത്. ആ ഒരു സമയത്ത് തന്നെ ജൻസന് ഗുരുതരമായ പരിക്ക് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. വലിയ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. തുടർന്നാണ് പിന്നീട് ജൻസനെ ഇത്തരത്തിലൊരു സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കും അത്തരം ശ്രുതിയെ കൽപ്പറ്റയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. 9ഓളം പേർക്ക്, ഇവർ 2 പേരടങ്ങാതെ 9ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവരെയും ഈ കൽപ്പറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നിരുന്നാലും ജൻസന്റെ ആരോഗ്യനില വീണ്ടും ഇന്ന് വഷളാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. തുടർന്നാണ് ഇന്ന് 8:50 ജൻസൺ മരിച്ച വിവരം സ്ഥിരീകരിക്കുന്നത്. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്.